ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷാന. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് IUI, ഇത് ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ വിജയ സാധ്യത, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് വളരെ വിശദമായിട്ടും വളരെ ലളിതമായിട്ടും മനസ്സിലാക്കാം. എന്താണ് IUI എന്നാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഹസ്ബൻഡിൻ്റെ സെമൻ കളക്ട് ചെയ്ത് അത് ശുദ്ധീകരിച്ച് അതിൽ ഗുണമേന്മയുള്ളതും ചലനശേഷി കൂടിയതുമായിട്ടുള്ള സ്പേം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇത്. IUI ചെയ്യുന്നതിന് മുൻപ് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്ത് നോക്കുന്നതായിരിക്കും. അതിനുശേഷം വൈഫിൻ്റെ ഗർഭാശയത്തിൻ്റെ ട്യൂബ് തുറന്നിരിക്കുകയാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. അതിന് വേണ്ടിയിട്ട് HSG അല്ലെങ്കിൽ ഹിസ്ട്രോസാൽപിഞ്ചോഗ്രഫി എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് നടത്തി കൗണ്ടും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ എത്രയാണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. ഫോളിക്കുലാർ സ്കാൻ വഴി അണ്ഡാശയത്തിൻ്റെ വളർച്ച നിരീക്ഷിക്കും. ഇനി IUI എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം. USG വഴി ഫോളിക്കിളിൻ്റെ സൈസ് നിരീക്ഷിക്കും. അതിന് വേണ്ടിയിട്ട് ഫോളിക്കിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഇഞ്ചക്ഷനുകളും അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളും ഒക്കെ നൽകുന്നതായിരിക്കും. ശേഷം ഈ ഫോളിക്കിള് പൂർണ്ണ വളർച്ച ആയതിനു ശേഷം ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ട്രിഗർ ഇഞ്ചക്ഷൻ, അതിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ HCG എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ആയിരിക്കും തരിക. അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഓവുലേഷൻ നടക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. ശേഷം ഓവുലേഷന് ശേഷം നമ്മൾ ഈ പറയുന്ന സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പേം ഒരു കത്തീറ്റർ വഴി ഗർഭാശയത്തിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കും. ഇത് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണോ? ഇതിന് അനസ്തേഷ്യ ആവശ്യമുണ്ടോ? ഇത് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല. ചിലരിൽ മാത്രം ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട്. നമ്മളുടെ അടിവയറ്റിൽ ചെറിയൊരു വേദന ചിലർ കംപ്ലൈൻസ് ആയി പറയാറുണ്ട്. ഇനി ഇത് അനസ്തേഷ്യ വേണ്ട ഒരു പ്രൊസീജിയറാണോ? അല്ല, ഇത് നമുക്ക് അനസ്തേഷ്യ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. IUI കഴിഞ്ഞിട്ട് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? IUI കഴിഞ്ഞിട്ട് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ പോകാവുന്നതാണ്. നെക്സ്റ്റ് ഡേ തൊട്ട് നിങ്ങൾ റുട്ടീനായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എത്ര ശതമാനമാണ് ഇതിൻ്റെ വിജയസാധ്യത? 10 മുതൽ 20% IUIയുടെ വിജയസാധ്യത. സ്ത്രീയുടെ പ്രായം, സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും ക്വാളിറ്റി, കൂടാതെ തന്നെ വന്ധ്യതയുടെ കാരണം എന്നിവയെ ആശ്രയിച്ചായിരിക്കും വിജയസാധ്യത. IUIക്ക് ശേഷം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? IUIക്ക് ശേഷം ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ കൃത്യസമയത്ത് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടാതെ പുകവലി, മദ്യപാനം എന്നിവ ഉള്ളവർ തീർച്ചയായിട്ടും അത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കഠിനമായിട്ടുള്ള വ്യായാമം കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. IUI സംബന്ധിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സ്ത്രീ സംബന്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.